അതെ, ശ്രീവത്സമംഗളാവ് തന്നെ. ഓ, സാറായിരുന്നു. എന്താ കാര്യം? ഇല്ല, നന്ദിനിയെ ഇവിടെ നയിക്കാൻ പറ്റില്ല. ബെഞ്ചമിൻ സി കുരുവിള, ആശുപത്രി കിടക്കുന്ന മറ്റവന്റെ കൊച്ചിന് വേണ്ടി റെക്കമെൻഡേഷൻ. നിന്നെ ഇവിടുന്ന് പറഞ്ഞ് അയക്കണോന്ന്. ഞാനൊന്ന് പോയി കണ്ടാലോ? അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയല്ലേ? അങ്ങനെ തന്തയെന്നുള്ളയില്ലാത്ത ഒരുപാട് പേരുണ്ട് ഈ നാട്ടില്. അവരെയൊക്കെ സംരക്ഷിച്ചോളാമെന്ന് നമ്മളാർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ. ഞാനും അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയല്ലേ? നിനക്ക് അച്ഛനും അമ്മയും മാത്രമല്ലേ ഇല്ലാതായിട്ടുള്ളൂ? ബന്ധുക്കളായ ഞങ്ങളാരും ചത്തിട്ടില്ലല്ലോ. ഇത് കാനഡയല്ല. തോന്നിവാസൻ അഴിഞ്ഞാടി എന്തെങ്കിലുമൊക്കെ വരുത്തി വെച്ചാ നാട്ടുകാരുടെ മുന്നിൽ തലയുറത്ത് ഇറക്കാൻ പറ്റില്ല. കാനഡയിലും ഞാൻ മാനമര്യാദയായിട്ട് ജീവിച്ചിട്ടുള്ളൂ. അതൊന്നും മനസ്സിലാകാതിരിക്കാൻ ഞാൻ അത്ര കൊച്ചു കുട്ടിയൊന്നല്ല. ഓ, നീ വളർന്നു വലുതായവരെ ഞാനങ്ങ് മറന്നു. മാത്രമല്ല, നീ ഇതിന്റെയൊക്കെ അവകാശി. ഞങ്ങൾ ഇവിടുത്തെ ജോലിക്കാരുമല്ലേ. അപ്പൊ ഇതും ഇതിനപ്പുറവും പറയും. കണ്ണീ കണ്ട തേർഡ് റേറ്റ് പരിക്കുകളിലൂടെയൊക്കെ തിണ്ടു കിടക്കാൻ ഞങ്ങളുടെ മുന്നിൽ പറ്റില്ല. ശ്രീവത്സമംഗളാവ് ഒരു അന്തസ്സുണ്ട്. അത് കളഞ്ഞു കുടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്താ ആരും ഒന്നും മിണ്ടാത്തത്? നമ്മൾ ഒരുമിച്ച് നിന്നാ എല്ലാവർക്കും നല്ലത്. ഇത്രയും വേണോ? മനോഹരനെ കൊണ്ട് അവളെ കെട്ടിച്ചാൽ നടക്കാത്ത കാര്യം വെറുതെ സ്വപ്നം കാണണ്ട. മനോഹരന് കഴുത്ത് നീട്ടി കൊടുക്കാൻ അവൾ സമ്മതിക്കും തോന്നുന്നുണ്ടോ? ഇന്നിപ്പോ അവള് കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞു, നാളെ അവനെ കാണണമെന്ന് പറയും. കണ്ണു തെറ്റിയ അവളെയും കൊണ്ടവൻ പോയെന്നും വരും. ഈ കാണുന്ന സ്വത്തുക്കൾ മുഴുവനും വലിഞ്ഞു കയറി വന്നൊരു തെണ്ടിക്ക് കൊടുക്കണമെന്നുണ്ടോ? എന്റെ ദേവി, അങ്ങനെയൊന്നും അവളുടെ ബുദ്ധിയിൽ തോന്നിപ്പിക്കല്ലേ. അവൾക്ക് ചിലപ്പോ തോന്നും. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, അന്നത്തെ പോലെ ഒരു ആക്സിഡന്റ് കൂടി ഉണ്ടാക്കാൻ ഒരു ബുള്ളറ്റിന്റെ ആവശ്യമുള്ളൂ. ഒന്നുകിൽ മരണം, ഇല്ലെങ്കിൽ ഇനി ഒരിക്കലും ഓർമ്മ തിരിച്ചു കിട്ടാൻ കഴിയാത്ത വിധം അവളെ തളർത്തണം. ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇതൊരു കാഴ്ചബംഗ്ലാവാണെന്ന്. ഒക്കെ കാട്ടുമൃഗങ്ങളാ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും സ്നേഹം കാണിച്ചതിന് ചതിക്കായിരുന്നു. ആര് ചതിച്ചാലും മീനാക്ഷി ചതിക്കില്ല കുഞ്ഞെ. ഇനി ഇവിടെ നിൽക്കുന്നതാവത്താ. കുഞ്ഞിന് എവിടാ പോണ്ടെന്ന് പറ. മീനാക്ഷിയുടെ കുക്കിൽ ജീവനുണ്ടെങ്കിൽ അവിടെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കും. എനിക്ക് മിനിമോളെ കാണണം, പ്രസാദിനെ കാണണം. സ്വത്തും പണവും ഒന്നും മോഹിക്കാതെ എന്നെ മനസ്സുകൊണ്ട് സ്നേഹിച്ചത് അവര് മാത്രം. അത് തിരിച്ചറിയാൻ എനിക്ക് പറ്റിയില്ല. എനിക്ക് അവരെ കാണണം.
നന്ദിനി, നന്ദിനി മോളെ, നന്ദിനി. മനോഹര, നന്ദിനിയെ കണ്ടോ? ഞാൻ കണ്ടില്ല. എന്തടി രാവിലെ കിടന്ന് നിലവിളിക്കണേ? നന്ദിനി എവിടെ എങ്ങും കാണുന്നില്ല. ചെറുതാ, നന്ദിനിയെ കണ്ടോ? മുറിയില്ലേ? ഇല്ല. ഇവിടെ എവിടെയും കാണും, അല്ല അവിടെ പോവാനാ? എന്റെ ഈശ്വരാ, നന്ദിനിയെ കാണാനില്ലെന്ന്. ദേവിക്കുഞ്ഞമ്മേ, രാജേന്ദ്രൻ എന്തെങ്കിലും ചെയ്തോളൂ. ഉണ്ടായിരിക്കും മനുഷ്യ. മീനാക്ഷി, മീനാക്ഷി, അമ്മേ, അമ്മേ, അമ്മേ. എന്താ മോളെ? നന്ദിനെ കാണാനില്ല അച്ഛാ. എന്താ? നന്ദിനെ മീനാക്ഷി കാണുന്നില്ല. അവര് രണ്ടുപേരും വെളിയിലോട്ടെങ്ങാനും പോയി കാണും. അതിന് നീ എന്തിനാ പഠിക്കുന്നത്? പിന്നെയും കാറും കൊണ്ട് പോയി വല്ല കൊക്കയിലെങ്ങാനും വീണ് ചത്തോ? അമ്മേ, തന്തയും തള്ളയും ഇല്ലാത്ത കുട്ടിയാ. കുറച്ചൊക്കെ മനുഷ്യപ്പറ്റോട് സംസാരിക്കുക. നന്ദിനി ഇനി വരില്ല. അവളെവിടെ പോയി? കാനഡയ്ക്ക് തിരിച്ചുപോയി. കൂട്ടിന് മീനാക്ഷിയും കൊണ്ടുപോയി. ഇല്ല, പച്ചക്കള്ളം. പറ, നിങ്ങൾ അവളെ എന്ത് ചെയ്തു? ഇല്ല, അവൾ എന്ത് ചെയ്തെന്ന് എനിക്കറിയണം. വേണ്ട, നിനക്കറിയണോ അല്ലേ? എന്നാ കേട്ടോ, അവളെ കൊന്ന് ഞാൻ കൊക്കയിലെറിഞ്ഞു. അവളെ മാത്രമല്ല, അവളെയും കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച മീനാക്ഷിയും. അവിടേക്ക് ഞാൻ പറയുന്നതനുസരിച്ച് നിൽക്കാവുന്നവർക്ക് ഇവിടെ നിൽക്കാം. ആരെങ്കിലും എതിർപ്പ് കാണിച്ച സ്വന്തം ബന്ധമൊന്നും ഞാൻ നോക്കില്ല. ആ തോക്കിൽ ഇനിയും നിറ ബാക്കിയുണ്ട്. അത് പ്രയോഗിക്കാൻ ഞാൻ മടിക്കില്ല. ഹലോ, അതെ, രാജേന്ദ്രനാണ്. ചാടിപ്പോരുട്ടോ. എന്ത് പറ്റി നിനക്ക്? തലയ്ക്ക് എന്ത് പറ്റി? ആരാ? മോളെ, നിന്റെ വല്യമ്മയെ നീ മറന്നോ? വല്യമ്മയോ? അയ്യോ എന്റെ മോളെ, നിനക്ക് എന്ത് പറ്റി? ഞങ്ങളെയൊന്നും കണ്ടിട്ട് നിനക്ക് മനസ്സിലാവണില്ലേ? മോളെ, ഞാൻ മോളുടെ ചെറിയമ്മായി. ഇത് ചെറിയമ്മാവൻ, അത് വലിയമ്മാവൻ. എനിക്കൊന്നും മനസ്സിലാവണില്ല. ആരാ പ്രസാദേട്ടവരൊക്കെ? ആരാ ഏതാന്നറിയാതെ സ്ഥലകാലബോധം ഇല്ലാതെ അലയുന്ന ഏതെങ്കിലും രോഗികളായിരിക്കും. നിങ്ങൾ ആരും അറിയില്ല എന്ന് ഇന്ദു പറഞ്ഞില്ലേ? ഒന്ന് മാറി നിന്നാട്ടെ. നിനക്കറിയാവിടെ വരെ? എനിക്കറിയില്ല. ആരാ ഇന്ദു? ഇത് എന്നെ ഇന്ദു. ഇന്ത്യയെ? അതെ, എന്റെ പേര് ഇന്ദിരാന്നാ. ഇന്ദുന്ന് വിളിക്കും. ഇതെന്റെ ഭർത്താവ് പ്രസാദേട്ടൻ. ഇത് ഞങ്ങളുടെ മോള് മിനിക്കുട്ടി. ഇത് ഫ്രെഡി. കൂട്ടുകാരനാ ഇന്ത്യയെ? എന്റെ ഈശ്വര, എന്ത് കൂടുമാത്ര എന്റെ കുട്ടിക്ക് യോമാര് ചെയ്തേക്കണേ. ഞങ്ങൾ ഈ കൂടുതൽ സംസാരിക്കാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. റെഡി? നീ റെഡിയാവാ? മോളെടുത്ത് 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 മോളെടുക്കട്ടോ. അങ്ങനെ അങ്ങനെ അങ്ങ് പോയാലോ? മോള് വണ്ടിയിലോട്ട് കയറി. ഇല്ല, ഇനി ഞാൻ ഇവിടെ ആർക്കും വിട്ടു കൊടുക്കില്ല. അതെ, നമ്മൾ തമ്മിൽ ഇവിടെ വെച്ചൊരു വാക്ക് തീർക്ക് ഒഴിവാക്കുന്നതല്ലേ നല്ലത്? അത് സാറ് പറഞ്ഞു ഞാൻ. അതുകൊണ്ട് സാറൊന്ന് മാറി നാട്ടെ. രാജേന്ദ്ര, നന്ദിനിക്ക് വീണ്ടും ഓർമ്മ നഷ്ടപ്പെട്ടു. നമ്മളെ ആരെയും അവൾ തിരിച്ചറിയുന്നില്ല. ഇതവളുടെ ഭർത്താവ് കുഞ്ഞോന്നാ പറയുന്നു. നന്ദിനിക്കല്ലേ ഓർമ്മ പോയിട്ടുള്ളൂ. ഈ തെണ്ടികളുടെ ഓർമ്മ നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. എന്നോട് വേണ്ടതിന്റെ കളിയൊന്നും. രാജേന്ദ്രൻ, ഒന്ന് സമാധാനപ്പെട്. എന്ത് സമാധാനപ്പെടാൻ? താൻ ഒറ്റ ഒരുത്തനാ നിനക്ക് കാരണക്കാരൻ. ഞങ്ങളുടെ കുട്ടി ഏതോ ഒരുത്തം കൊണ്ടുപോകുന്ന കണ്ട് കൈയും കെട്ടി നോക്കി നിൽക്കാനോ?
ഇവിടെ തൊട്ടടിച്ച് പല്ലും തെറിപ്പിക്കും പാട്ടി. അന്ന് തോക്കിന്റെ പാത്തി കൊണ്ട് അടിച്ചപ്പോ കയ്യും കെട്ടി കൊണ്ടുവന്നത് എന്തിനാന്നറിയാമോ? എന്തെങ്കിലും എല്ലാം മനസ്സിലാക്കി തിരിച്ചു വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് കേട്ടോ. ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച സ്വത്തുക്കളെല്ലാം വിട്ട് നീ പറയുമ്പോ വാലും മടക്കി തിരിച്ചു വന്നു കഴിഞ്ഞോടാ പാട്ടി. മിടുക്കൻ മിടുമിടുക്കൻ. സാർ, വീണ്ടും ഓമാരെ ഞങ്ങളുടെ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുക. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വരുന്നത്. സാർ, ഉടനെ ഓമാരെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിൽ എടുക്കാൻ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവരെയല്ല, നിങ്ങളെ. ഞങ്ങളെ? അതെ. മിസ് നന്ദിനി മേനോന്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ഗൂഢാലോചന നടത്തിയതിനും നന്ദിനിയെ കൊല്ലാൻ ശ്രമിച്ചതിനും അണ്ടർ സെക്ഷൻ 120B, 114 എന്നീ വകുപ്പുകൾ പ്രകാരം രാജേന്ദ്രൻ, കാർത്തിയായനി കുഞ്ഞമ്മ, ദേവകി കുഞ്ഞമ്മ, ശേഖരമേനോൻ, ശങ്കരമേനോൻ എന്നിവരെ അറസ്റ്റ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്ത് വിട്ടിട്ടായി പറയുന്നത്? നിങ്ങൾക്കെന്താ വട്ടള? അതെ, കുറ്റവാളികളെ കണ്ടാൽ എനിക്ക് വട്ടളകും. വട്ടളയെ ചങ്ങനെ കിടണം. മ്യൂസിക് കമ്പോസ് ചെയ്യാൻ മാത്രമല്ല, ക്രിമിനൽസിനെ ഡിസ്പോസ് ചെയ്യാനും സർക്കിൾ ഇൻസ്പെക്ടർ ബെഞ്ചമിൻ സി കുരുവിളയ്ക്ക് അറിയാം. നിങ്ങൾ ഈ ചെയ്തതൊക്കെ സത്യമായിട്ട് കോടതിയിൽ തെളിയിക്കാൻ വേണ്ട സാക്ഷികളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സാക്ഷികൾ? അതെ. ഒന്നാം സാക്ഷി രണ്ടാം സാക്ഷി സ്വന്തം ഭാര്യയെ പരിചയപ്പെടുത്തരേണ്ട ആവശ്യമില്ലല്ലോ. മൂന്നാം സാക്ഷി ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത്. സാക്ഷികൾ ഇത്രയും പോരെ, ഇനി 2 പ്രതികളെ കൂടി തരാം. വിളിച്ചിറക്കണോമാരെ. നമ്മുടെ ബോംബന്മാര്. എന്താ ഇനിയും വേണോ മിസ്റ്റർ തെളിവുകൾ? കൂട്ടുന്നോ? എടി ദുഷ്ട, എന്റെ ദേവി. കാർത്തിയാനി കുഞ്ഞമ്മയുടെ ദേവി തുള്ളൽ ഇവിടെ വേണ്ട. കുഞ്ഞമ്മമാരെയും കുഞ്ഞപ്പന്മാരെയും പിടിച്ച് ജീപ്പിക്കട്ടെ. മതിയടാ തൊഴുതത്. എല്ലാം കണ്ടുകൊണ്ടൊരു മോഹസാക്ഷിയായി നിൽക്കായിരുന്നു ഞാൻ. എല്ലാ സ്വത്തുക്കളും നിന്റെ പേരിലാക്കിയിട്ട് കണ്ണടയ്ക്കണമെന്നായിരുന്നു മോഹം. ഈ വക്കീലങ്കളിലും തിരിച്ചറിയാൻ നിനക്ക് കഴിയുന്നില്ലേ? പ്രസാദേ, എന്നെങ്കിലും ഇവൾക്ക് ഓർമ്മ തിരിച്ചു വരുമ്പോ ഞാനെല്ലാം കൃത്യമായി ചെയ്തിരുന്നു പറഞ്ഞേക്കണം. ഒരു പക്ഷേ ഞാനൊന്നും ഉണ്ടായില്ലെങ്കിലോ? ഇതൊന്നും വേണ്ട സാർ. ആർത്തി പിടിച്ച് നടക്കണ്ടല്ലോ കുറെ പേർ. അവർക്ക് കൊടുത്തേക്ക്. കോടിക്കണക്കിന് സ്വത്തുക്കളുണ്ടെങ്കിലും നമ്മളെ സ്നേഹിക്കാൻ ആരുമില്ല. പിന്നെ എന്ത് കാര്യം സാർ? എനിക്ക് എന്തുന്റെ സ്നേഹം മാത്രം മതി. എനിക്കിഷ്ടമായി എന്ന് കരുതി വെറുതെ ഈ സ്വത്തുക്കളൊക്കെ അന്യാധീനപ്പെടുത്തി കളയണം. വായിന്തു. ബൈ അങ്കിൾ. ഇപ്പോഴെനിക്ക് ശ്വാസം വീണത്. പേടിപ്പിച്ച് കളഞ്ഞല്ലോ പോലെ. എല്ലാവർക്കും ഇപ്പൊ സന്തോഷമായല്ലോ. എനിക്കിന്നൊരു കോറസ് കമ്പോസ് ചെയ്യാനുള്ള വകുപ്പ് കിട്ടിയിട്ടുണ്ട്. എന്നാ തുടങ്ങട്ടെ. വിഷ് യു എ സക്സസ്ഫുൾ മ്യൂസിക്കൽ മാരീഡ് ലൈഫ്. All that I pursue to the